ജിസ്മ വിമൽ എന്ന യൂട്യൂബ് ചാനൽ ഏകദേശം 24 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ്. അതിൽ ജിസ്മ കൊടുത്തിരിക്കുന്ന പോസ്റ്റാണിത്. ഞങ്ങൾ ഫോണിലാണ് ഷൂട്ട് തുടങ്ങിയത്. യൂട്യൂബിൽ നിന്ന് ലഭിച്ച പൈസ കൊണ്ടാണ് ആദ്യമായി ക്യാമറയും ലാപ്ടോപ്പും വാങ്ങിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രചോദനം തന്നെയല്ലേ മറ്റുള്ളവർക്ക്. അപ്പോൾ ഇതിനൊക്കെ ബാഡ് കമൻറ്റ്സ് കൊടുക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി തീരാമല്ലോ. കാരണം ഒന്നുമില്ലാതിരുന്ന സ്ഥലത്തു നിന്നാണ് ഇവർ ഇത്രയൊക്കെ ആയി വന്നിരിക്കുന്നത്. അത് അവരുടെ കംപ്ലീറ്റ് എഫേർട്ട് കൊണ്ടാണ്, അവരുടെ പരിശ്രമം കൊണ്ടാണ്. അവരുണ്ടാക്കുന്ന സ്ക്രിപ്റ്റ്, അവരതിനു വേണ്ടി എടുക്കുന്ന സബ്ജക്റ്റ്, സമയം, കോസ്റ്റ്, ഇതെല്ലാം കാണുന്നില്ലേ? അതുവഴി എത്രയോ പേർക്ക് പ്രയോജനപ്പെടുന്നു. അതിനേക്കാൾ ഉപരി നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. ഒരാൾ ഇത്രയേറെ സ്ട്രെസ്സ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് അയാൾക്ക് അത്രയേറെ റിലാക്സേഷൻ ഇത്തരത്തിലുള്ള ചാനലിലൂടെ കിട്ടും. വെറുതെ അവരെന്തെങ്കിലും കണ്ടൻറ്റ് കാണിച്ചുകൊണ്ടല്ല പബ്ലിക്കിനിടയിലേക്ക് വരുന്നത്. അവർ കാണിക്കുന്ന കണ്ടൻറ്റുകൾക്ക് വ്യക്തമായ നല്ല ശക്തമായ സ്ക്രിപ്റ്റും നല്ല രീതിയിലൊരു മൂവി മേക്കിംഗ് പോലെയുള്ള എഫക്റ്റൊക്കെയാണ് അവർ തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ചാനൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്രയേറെ നെഗറ്റീവായിട്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയൊന്നുമില്ല ചാനൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്കതിനുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, 5 പൈസയുടെ ചിലവില്ലാത്തൊരു പ്ലാറ്റ്ഫോം. അതിനുശേഷം ഉയർച്ചയിലൂടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കണ്ടൻറ്റ് കൊണ്ടുവന്ന് നമുക്ക് അതിൻ്റേതായ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാം. അതിനായിട്ട് നമ്മൾ ചിലപ്പം പൈസ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് കഷ്ടപ്പെടുന്നതിന് പകരം നമ്മൾ വെറുതെ മാറിയിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും നേടാനുണ്ടോ? ആദ്യം നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള കഴിവ് മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം മറ്റുള്ളവർ കാണിക്കുന്ന കഴിവിനെ പ്രോത്സാഹിപ്പിക്കാതെ തികച്ചും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം? ജിസ്മ വിമൽ എന്ന് പറയുന്ന ആൾക്കാരോട് വളരെയധികം ബഹുമാനം തോന്നിപ്പോകുന്ന 2 യൂട്യൂബേഴ്സാണ്. വളരെ കൃത്യമായിട്ട് കണ്ടൻ്റ് ഉണ്ടാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന നല്ല യൂട്യൂബേഴ്സ്. അഭിനന്ദനങ്ങൾ.